മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേന്ദ്ര സർക്കാർ കേരളത്തിന് ഒന്നും തരുന്നില്ലോ എന്ന് നിരന്തരം നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാര് വിളിച്ചു പറയാറുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള വി.കെ. പ്രശാന്ത് രംഗത്തെത്തിയിട്ട് പച്ചക്ക് തിരുവനന്തപുരത്തെ ജനത്തിന് കുടിവെള്ളം പോലും നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് എന്ന് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? നമുക്കറിയാം, തിരുവനന്തപുരത്ത് BJP അധികാരത്തിലെത്തിയ അന്ന് മുതൽ ഒരു ദിവസം ശിവൻകുട്ടി രംഗത്ത് വരും. BJP അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് വിളിച്ചു പറയും. പിന്നീട് വി.കെ. പ്രശാന്ത് രംഗത്ത് വരും. അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറയും. R ശ്രീലേഖ വി.കെ. പ്രശാന്തിനെ കണ്ടം വഴി ഓടിച്ചതിന് ശേഷം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും BJPക്കെതിരെ വി.കെ. പ്രശാന്ത് രംഗത്തെത്തിയിട്ടുണ്ട്. പിന്നെ A റഹീം രംഗത്ത് വരും, തോന്നിയത് വിളിച്ചു പറയും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ചെയ്യേണ്ട സകലതും മറച്ചു പിടിച്ച് അത് BJP ആണോ എന്ന് വിളിച്ചു പറയാൻ രംഗത്തെത്തിയതാ. ആ സമയത്താണ് വി.കെ. പ്രശാന്ത് അറിയാതെ ഒരു സത്യം അങ്ങ് പറഞ്ഞു പോയത്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. കുടിവെള്ള പ്രശ്നം വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, 2017 ഇതിന് സമാനമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിരുന്നു. അന്ന് 3 വനിതാ എഞ്ചിനീയർമാരുടെ ഒരു ഇടപെടൽ അന്ന് പത്രമാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിച്ചതാണ്. ഇറിഗേഷൻ വകുപ്പിന്റെയും KSTBയുടെയും അതുപോലെ തന്നെ നഗരസഭയുടെയും ഒരു ടീം വർക്ക്. അന്ന് പേപ്പാറയിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എടുത്ത ഇടപെടൽ അന്ന് എല്ലാവരാലും ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. അതിന് കോർഡിനേഷൻ വഹിച്ചത് തിരുവനന്തപുരം നഗരസഭയായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നത്തെ മേയർ പറയുന്നത് എന്താ? ഇതെല്ലാം വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണെന്നാണ്. ഞാനിപ്പോൾ ഓർമ്മിക്കണം, ഞാൻ മേയറായിരിക്കുന്ന കാലത്താണ് ഏതാണ്ട് 85 MLD കപ്പാസിറ്റി ഉള്ള ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അരുവിക്കരയിൽ രണ്ടാമതായിട്ട് ആരംഭിക്കുകയാണ്. ആ വെള്ളവും കൂടി നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നഗരസഭയ്ക്ക് ലഭിച്ച അമൃത് പദ്ധതി പ്രകാരമുള്ള ഫണ്ടാണ് ആ സ്കീമിന് വേണ്ടി വിനിയോഗിച്ചത്. അപ്പൊ ഇങ്ങനെയെല്ലാം നഗരസഭയ്ക്ക് ഇടപെടാൻ അവസരമുണ്ടായിരിക്കെ ഇതെല്ലാം മുൻകാല ഭരണാധികാരികൾ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് എന്ന് പറയുകയാണ്. നിങ്ങൾ കേട്ടോ? വളരെ വ്യക്തമായിട്ട് വി.കെ. പ്രശാന്ത് എടുത്തു പറയുന്നു. അരുവിക്കരയിലെ വലിയ വാട്ടർ പ്ലാന്റ് അത് അമൃത് ഭാരതി പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് അമൃത് ഭാരതി പദ്ധതി? അതായത് അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. കുടിവെള്ള വിതരണം, മലിനജല സംസ്കരണം, ഹരിത ഇടങ്ങൾ, ഗതാഗതം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ പദ്ധതി കേരളത്തിലെ 9 നഗരങ്ങളിൽ നടപ്പിലാക്കുന്നു. കേന്ദ്ര പദ്ധതിയാണ്. അരുവിക്കരയിലെ വെള്ളവുമായി ബന്ധപ്പെട്ട വലിയ പ്ലാന്റ് അത് അമൃത് പദ്ധതി പ്രകാരമാണ്, അതിന്റെ ഫണ്ടാണ് ഉപയോഗിച്ചത് എന്ന് വി.കെ. പ്രശാന്ത് അറിയാതെ സത്യം വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമായിട്ട് മേയർ വി രാജേഷിനെതിരെയൊക്കെ മാധ്യമങ്ങളോട് സംസാരിച്ചതിനിടയിൽ എന്റെ കാലത്ത് അത് ചെയ്തു. ആര് ചെയ്തു? അമൃത് പദ്ധതി. ഏത് അമൃത് പദ്ധതി? കേന്ദ്ര സർക്കാരിന്റെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പദ്ധതി. ഒന്നും തരുന്നില്ലോ എന്ന് പറയുമ്പോ നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ വെള്ളം ഉൾപ്പെടെ കുടിവെള്ളം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ തരുന്നു എന്നുള്ളത് വി.കെ. പ്രശാന്ത്, ഇടത് MLA, മുൻ മേയർ, ഈ സ്ഥാനത്തൊക്കെ ഇരുന്ന വി.കെ. പ്രശാന്ത് വിളിച്ചു പറഞ്ഞതിലൂടെ സകലരും തിരിച്ചറിയാ കേന്ദ്ര സർക്കാർ കുടിവെള്ളം പോലും വ്യക്തമായിട്ട് തരുന്നു. അത് വലിയ 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 പദ്ധതികളിലൂടെ. ഇനി കുടിവെള്ളത്തിന് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെയല്ല പറയുന്നത്. ഇത് കോർപ്പറേഷൻ ആണ്, അതാണ് ഇതാണ് എന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട മേയർ തന്നെ നിരവധി തവണ പറയുന്നതാണ്. അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു ഭാഗം കൊടുക്കാം. അതിനുശേഷം കേരള സർക്കാരിലെ ഉദ്യോഗസ്ഥ വി.കെ. പ്രശാന്ത് പറയുന്നതിനെ തള്ളുന്നതും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. ഏതായാലും എന്താണ് മേയർ പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടോക്കൂ. മേയർ എന്നുള്ള നിലയ്ക്കുള്ള ചുമതലയേറ്റതിനു ശേഷം കൃത്യമായിട്ട് നിരന്തര ഉദ്യോഗസ്ഥരുമായിട്ട് സമ്പർക്കമുള്ളത് കൊണ്ട് പിന്നെ പഠിച്ചതിന് ശേഷം പറയാണ്, തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ നിന്നുള്ള വെള്ളം പൂർണ്ണമായിട്ട് എത്തുന്നില്ല, അവിടെ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ വേനൽക്കാലം ആവുമ്പോഴേക്കും ആൾക്കാർ കൂടുതൽ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഫോഴ്സ് കുറയും. ഇനി ശുദ്ധീകരണ പ്ലാന്റിലേക്ക് 100 എത്തുള്ളൂ, 1000 കൊണ്ടുവന്നാൽ അവിടെ നിന്ന് പിന്നെ
ഈ കോർപ്പറേഷന്റെ പല ഭാഗത്തേക്കും പോകുമല്ലോ, അതിന് ലീക്കേജ് ഉണ്ട്, അപ്പൊ വീണ്ടും കുറയും. അപ്പൊ നമുക്കിവിടെ എത്തുന്ന വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കുറയുന്നു. ഇതിനൊരു ഓൾട്ടർനേറ്റീവ് സംവിധാനം ഇപ്പൊ നെയ്യാർ ഡാം ഇതുവരെയും പറ്റിയിട്ടില്ല എന്നാണ് ഉള്ളത്. അപ്പൊ നെയ്യാർ ഡാമിൽ നിന്നായിട്ട് കണക്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അരുവിക്കരയിൽ വൃഷ്ടി പ്രദേശത്ത് ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റി കൂടുതൽ വെള്ളം ശേഖരിക്കാൻ സാധിക്കുമോ? നമുക്ക് പൈപ്പ് എന്താണ് വ്യത്യാസം വരുത്താൻ സാധിക്കും? ഏത് സ്ഥലം വരെ പുതിയ പൈപ്പ് ഇട്ടിട്ടുണ്ട്? ഇതിനെക്കുറിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെ ഇടപെട്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളുമായി ഇരുന്ന് വലിയൊരു ചർച്ച നടത്തി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു പ്രോജക്റ്റ് കൊണ്ടുവരണം. ഇപ്പോഴെങ്കിലും കൊണ്ടുവന്നാൽ 2 വർഷം, മിനിമം 2 വർഷം കഴിഞ്ഞാൽ തീരും. ഇപ്പോഴെങ്കിലും കൊണ്ടുവന്നാൽ ഇതൊരു അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരുമിച്ച് കേന്ദ്ര. നിങ്ങൾ കേട്ടില്ലേ, മേയർ കൃത്യമായിട്ട് പറയുന്ന അരുവിക്കരയിൽ നിന്ന് വരുന്ന വെള്ളത്തിന് അതുമായി ബന്ധപ്പെട്ട പൈപ്പ് ലീക്കേജ് ഉണ്ട്, അത് ഇന്ന സ്ഥലങ്ങളിലുണ്ട്. അപ്പോ പ്രശ്നം എന്ന് പറയുന്നത് ഈ പൈപ്പൊക്കെ ഇട്ട ആളുകൾ തട്ടിപ്പ് പൈപ്പ് ഇട്ടിട്ടാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ഗ്യാരണ്ടി പോലും കഴിയുന്നതിന് മുമ്പേ ഇട്ടിട്ടുള്ള പൈപ്പുകളൊക്കെ തകരുന്നു എന്ന് പറയുന്നത് അതിൽ തട്ടിപ്പ് നടത്തിയിട്ടാ, പണം മുക്കിയിട്ടാ അരുവിക്കരയിൽ നിന്ന് വരുന്ന ലീക്ക്. ഇതൊരു മേയർ മാത്രം പറയുന്നത്. കൃത്യമായിട്ട് വാട്ടർ അതോറിറ്റിയുടെ MD-യുടെ ഓഫീസിലേക്ക് BJP കൗൺസിലർമാർ സമരം ചെയ്ത സമയത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ആദ്യം എടുത്തു പറയും, അതായത് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് എൻ്റെ അടുത്തേക്ക്, നമ്മുടെ ഓരോ അടുത്തേക്കും ആളുകളുടെ അടുത്തേക്ക് ആവശ്യമായിട്ട് വന്ന് നമ്മൾ പറയൂല പോട അവിടുന്ന് എന്ന്. അതേസമയം നമുക്ക് ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണെങ്കിലോ ആര് നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമ്മൾ അതിന് പരമാവധി ന്യായീകരിച്ച് ഉത്തരം പറയാൻ ശ്രമിക്കില്ല. അതല്ലേ യാഥാർത്ഥ്യം? അപ്പൊ വാട്ടർ അതോറിറ്റിയുടെ MD-യുടെ ഓഫീസിലേക്ക് BJP കൗൺസിലർമാർ സമരമായിട്ട് പോകുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥ കൃത്യമായിട്ട് മറുപടി പറയുന്നു, ഇതിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റിനാണ്, കേരള ഗവൺമെന്റിനാണെന്ന്. അവരാ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. പക്ഷെ ഇടത് നേതാക്കന്മാർ അത് അംഗീകരിക്കുന്നില്ല. ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കറിയാം, ഇപ്പൊ സാധാരണക്കാര് മനസ്സിലാക്കി കേരള സർക്കാരാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇനി ഉദ്യോഗസ്ഥ എന്താ പറയുന്നത് എന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. സമ്മറിൽ എല്ലാ വർഷവും ഉണ്ടാവുന്ന ഇഷ്യൂ ആണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ സമ്മറിലും ഉണ്ടാവുന്ന ഇഷ്യൂസ് തന്നെയാണ് ഉള്ളത്. കഴക്കൂട്ടത്ത് ഇപ്പൊ ലീക്ക് ഉണ്ടായത് കൊണ്ടുള്ള പ്രശ്നമുണ്ട്. ഞങ്ങൾ അവിടെ പമ്പിംഗ് തുടങ്ങി, അവിടെ ഹൈ ലെവൽ പമ്പിംഗ് ചെയ്ത് ലോ ഏരിയയിൽ സർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കേട്ടില്ല, വ്യക്തമായിട്ട് പറയുന്നത് എല്ലാ സമ്മറിലും ഈ പ്രശ്നം ഉണ്ടാവാൻ പാടുണ്ടോ? മുൻ മേയർമാരും മുൻ ഈ പറയുന്ന ഈ സർക്കാർ ഇടതാണ് കേരളം ഭരിക്കുന്നത്. അതേപോലെ തന്നെ മുൻപ് ഈ ഇടത് നേതാക്കന്മാർ തന്നെ മേയറും. അപ്പൊ ഇവർ ഒരുമിച്ച് എത്ര സുന്ദരമായിട്ട് ഭംഗിയായിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യായിരുന്നു. കുടിവെള്ളം പോലും ചെയ്തിട്ടില്ല. അത് ഈ ഉദ്യോഗസ്ഥ തന്നെ കൃത്യമായിട്ട് പറയുന്നു ലീക്കേജ് ഉണ്ട്, ഇതല്ലേ മേയർ പറയുന്നത്. ഇനി തുടർന്ന് കൃത്യമായിട്ട് ഈ ഉദ്യോഗസ്ഥ പറയുന്നുണ്ട് ആരുടേതാ ഉത്തരവാദിത്വം എന്ന്. നിങ്ങളതൊന്നും കേട്ടു. ലാഘത്തോടെ അല്ല കാണുന്നത്. പുതിയ പൈപ്പ് ലൈൻ മാറ്റുന്ന പ്രവൃത്തി പ്രോഗ്രസ്സിലാണ്. പക്ഷെ അതിൽ പകുതിയിലധികം സ്ഥലങ്ങളിൽ DLP റോഡിലാണ്. അതിൽ സാറിന് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? DLP റോഡിലുള്ള ഏരിയകൾ ഞങ്ങൾ എങ്ങനെ ഇപ്പം അവിടെ പൈപ്പ് ഇടുന്നും കൂടി സാറൊന്ന് പറഞ്ഞു തരണം. അങ്ങനെയുള്ള ഇഷ്യൂസ് ഞങ്ങൾ ഗവൺമെന്റ് ലെവലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പരിഹാരം കാണുവാണ്. അല്ലാതെ ലാഘത്തോടെ കാണുന്നു. MLA റോഡിൽ പൈപ്പ് ഇടാനുണ്ട്. പ്രായോഗിക ബുദ്ധിമുട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വെച്ചിരിക്കുന്നത്. എനിക്ക് പെർമിഷൻ ഇല്ലാതെ പൈപ്പ് ഇട്ടാൻ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടും അതും ചെയ്യാൻ തയ്യാറാണ്. മന്ത്രിന്റെ അടുത്തും ACS-ന്റെ അടുത്തും എല്ലാം ഇമീഡിയറ്റ്ലി അത് അറ്റൻഡ് ചെയ്യാനുള്ള മീറ്റിംഗ് കൺവീൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, പൂർണ്ണ ഉത്തരവാദിത്തം കേരളം ഭരിക്കുന്ന മന്ത്രിമാരുൾപ്പെടെയാണ് MLA റോഡ് ഞാൻ പെർമിഷൻ ഇല്ലാതെ ചെയ്താൽ ഞാൻ ജയിലിൽ പോവും, എന്നിട്ടും അത് ചെയ്യാൻ തയ്യാറാണ്. ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും കേരള സർക്കാരിൻ്റെതാണ് എന്ന് ഒരു ഉദ്യോഗസ്ഥയെ വിളിച്ചു പറയുന്നത് കേരള സർക്കാരിന്റെ വാട്ടർ അതോറിറ്റിയുടെ. എന്നിട്ട് ഉളുപ്പില്ലാതെ VK പ്രശാന്ത് പറയുന്നോ എല്ലോ കോർപ്പറേഷൻ ആണ്, പിന്നെ വാട്ടർ അതോറിറ്റി എന്നൊക്കെ പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് എന്തിനാ? ഇത് കേരളം മൊത്തമുള്ളത്. ഇതൊക്കെ എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമല്ല VK പ്രശാന്തെ. ലേശമൊക്കെ ഒരു ഉളുപ്പ് വേണ്ട പ്രശാന്തെ, ലേശം. ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനിയും ഇങ്ങനെ തപ്പിക്കളിക്കേണ്ട. മാന്യമര്യാദ കേരള സർക്കാർ ഇതൊക്കെ ഒന്ന് ഇടപെട്ട് പരിഹരിക്കാൻ നോക്കൂ. കുടിവെള്ളമാണ് പ്രശ്നം. സാധാരണക്കാരൻ എല്ലാ മനുഷ്യരുടെയും ആവശ്യം അത്യാവശ്യം. അതിൽ വരെ കുളം കളിക്കും മീൻ പിടിക്കാൻ നോക്കൽ ഈ പറയുന്ന VK പ്രശാന്തും കൂട്ടരും എന്നുള്ളതും സകലരും തിരിച്ചറിയുക.